ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇതിൽ ഇന്നത്തെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതുപോലെ തന്നെ വർക്കൗട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു ബോട്ടിലില്ലേ, ഈ ഓയിൽ ബോട്ടിലൊന്ന് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കുണ്ടല്ലോ ഈ ഒരു ഓയിൽ ബോട്ടിൽസൊക്കെ ഇങ്ങനെ നമ്മൾ തീരുന്നതനുസരിച്ചിട്ട് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, ആ ഒരു ജോലി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ചിലർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്ര ഇഷ്ടമുണ്ടാവില്ലല്ലോ. ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണെങ്കിലും ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഒരു കാര്യമാണ് എനിക്ക് ഈ ഓയിൽ ബോട്ടിൽസൊക്കെ നിറച്ച് വയ്ക്കുക എന്നുള്ളത്. നിറച്ച് വെച്ച് കഴിയുമ്പോൾ ഹാപ്പിയാണ്, പക്ഷേ അത് തീർന്നിട്ട് ചിലപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ എടുക്കുമ്പോഴാവും അറിയാം അതിൽ ഓയിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയാണ് തീർന്നിട്ടുണ്ടായിരുന്നത്, അത് നിറയ്ക്കാനാണ് വന്നത്. ആ സമയത്ത് ഈ ഒലിവ് ഓയിലും കൂടെ ആ ബോട്ടിലിൽ ഹാഫേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ അതും കൂടിയിട്ട് നിറച്ച് വെച്ചേക്കാന്ന് കരുതി അങ്ങനെ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാണ്. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. ഇന്നിപ്പോൾ എന്താ പറയുക, മോരൊഴിച്ചു കൂട്ടാൻ പുളിശ്ശേരി എന്നെല്ലാം പറയും. അതും പിന്നെ അച്ചിങ്ങ പയർ കൊണ്ടുള്ള ഒരു ഉപ്പേരിയും പിന്നെ ബീഫ് കറിയാണ് കേട്ടോ ലഞ്ചിന് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് ലഞ്ചായാലും ഡിന്നറായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്ത് ഉണ്ടാക്കുമ്പോഴായാലും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തേക്ക് ഉണ്ടാക്കാനുള്ള നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പോകണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വെജീസും അതുപോലെ തന്നെ ഉള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ചെടുക്കും. എന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്ന അടുത്തേക്ക് പോയിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് ഒരു കറി ഇങ്ങനെ എന്താ പറയുക കുക്കാക്കാൻ വെച്ചതിന് ശേഷം പോയിട്ട് അടുത്തതിനുള്ളത് പ്രിപ്പറേഷൻസ് ചെയ്യുക അങ്ങനെയല്ല കേട്ടോ. ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഇല്ലേ കിച്ചണൊക്കെ ഭയങ്കര മെസ്സപ്പായിട്ട് തോന്നും. എല്ലാം ഒരു വെള്ളമൊക്കെ അവിടെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കൈയൊക്കെ വെറ്റാക്കുമ്പോഴൊക്കെ നമുക്ക് എനിക്കിട്ടാ അങ്ങനെ ഒരു ഇത് ഫീൽ വരും. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യണത്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ വൈറ്റ് കിച്ചണൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം കെയർ ചെയ്തില്ലെങ്കിൽ അത് പൊട്ടയായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിലും ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടാ കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. എപ്പോഴും നമ്മളിങ്ങനെ നമുക്ക് പിന്നെ ആ ഒരു ഏരിയയിൽ നിന്നിട്ട് അങ്ങോട്ട് ബേണറിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോവൊന്നും വേണ്ട. പിന്നെ വൈറ്റ് കൗണ്ടർ ടോപ്പിൻ്റെ കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ്. മുമ്പൊക്കെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈസിയാണോ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടെന്ന്. അതിപ്പോൾ ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ അനുസരിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ കിച്ചണിലുണ്ടായിരുന്നത് കൊറിയൻ കൗണ്ടർ ടോപ്പായിരുന്നു. അത് കുറച്ച് ഡിഫിക്കൽട്ട്, വൈറ്റ് തന്നെയായിരുന്നു, പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അത് ക്ലീൻ ചെയ്യാനായിട്ട്. അതിലിപ്പോൾ ഈ മഞ്ഞളുടെ ഇതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉള്ളത് അങ്ങനെയല്ല, ഇത് കോട്സ് കൗണ്ടർ ടോപ്പ്. ഇതിനങ്ങനെ പ്രശ്നമൊന്നും എനിക്ക് അത്ര ഒരു ഭയങ്കര ബുദ്ധിമുട്ടി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കൗണ്ടർ ടോപ്പ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ എന്ത് കാര്യം എടുക്കുമ്പോഴായാലും നമ്മുടെ പുതിയ വീട്ടിലേക്കൊക്കെ ചെയ്യുമ്പോഴായാലും ശരി, വേറൊരാളുടേത് കണ്ടിട്ട് ചെയ്യണതിനെക്കാട്ടിലും നമ്മൾ എപ്പോഴും നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് കൂടുതൽ അതിനെ പറ്റിയിട്ട് നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതിന് ശേഷം അപ്പോൾ അവർ ഓപ്ഷൻസ് ഒരുപാട് തരും നമുക്ക്. ഇപ്പോൾ എനിക്ക് ഈ കിച്ചണിലേക്ക് ഈ കൗണ്ടർ ടോപ്പ് വെക്കുന്ന സമയത്തായാലും അവരാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറെ എന്തോ ഒരു മെറ്റീരിയലായിരുന്നു. പക്ഷേ ഞാൻ ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കിച്ചണിൽ ഞാൻ ചെയ്യാന്നുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് വൈറ്റ് തന്നെ വേണമെന്നും പറഞ്ഞപ്പോൾ, കാര്യം വൈറ്റിൽ അധികം ആരും വൈറ്റ് കൂടുതൽ എടുക്കാൻ നിൽക്കില്ല, ഡിഫിക്കൽട്ടാണ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ നീഡ്സൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് എനിക്കിത് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലാണ്ട് നമ്മൾ വേറൊരാളുടെ വീട്ടിൽ കണ്ടു എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പോയി ചെയ്താൽ ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ള ആവശ്യമായിരിക്കില്ല നമ്മൾ നമ്മുടെ കിച്ചണിൽ ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് മുന്നേ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ
വേറൊരാളുടെ കാണുന്നത് ഓക്കെയാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ സെയിം ടൈം നമ്മൾ അത് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, റിനോവേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പണിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ അവരോടും കൂടെ ഡിസ്കസ് ചെയ്യുക, നമ്മുടെ നീഡ്സൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് പോവുക. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ സിങ്ക് എടുക്കുകയാണെങ്കിലും ഒക്കെ കേട്ടോ. ചിലർക്ക് സ്റ്റീലിൻ്റെ ഒക്കെ സിങ്കാവും താല്പര്യം ഉണ്ടാവുക, ചിലർക്ക് അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലർക്ക് സ്റ്റീലിൻ്റെ തന്നെ കിട്ടുമല്ലോ, അതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ടെമ്പേർഡ് ഗ്ലാസ് ആയിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെയിലി എങ്ങനെയാണ് കിച്ചൺ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കെല്ലാം അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ റിനോവേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേല്ലേ. ഇതിനിടയ്ക്കില്ലേ ബീഫ് കറി ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ എൻ്റെ അടുത്ത് ബീഫ് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞൊന്നല്ല കേട്ടോ. കാര്യം ഇവിടെ കോൾഡ് സ്റ്റോറേജിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 30 to 40 മിനിറ്റിൽ സാധനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീഫിന് ഓർഡർ കൊടുത്തിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴൊന്നും ഈ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ വാങ്ങിക്കലില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു റെഡ് കളറില്ലേ, അത് കിട്ടുകയാണെങ്കിൽ മാത്രമേ വാങ്ങിക്കലുള്ളൂ. ഇന്നിപ്പോൾ അത് കിട്ടിയതുകൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ ക്യൂക്കുംബർ വാങ്ങിച്ചിട്ടുണ്ട് സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പച്ച കളറിലെ ഒരു കവറില്ലേ, അത് തേങ്ങ കേട്ടോ, ചെറിയ തേങ്ങ അത്. പിന്നെ ഇത് തേങ്ങാപ്പാൽ ആണ്. തേങ്ങാപ്പാൽ കിട്ടിയില്ല, അപ്പോൾ ഞാൻ കോക്കനട്ട് ക്രീം വാങ്ങിച്ചു. പിന്നെ ഇതിൽ ഈ ഒരു കവറിലാണ് ചിക്കനും മീനില്ല, ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പം ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇതെൻ്റെ മോൾക്ക് ഈ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ മറ്റേത് ഒരു ഫുൾ ചിക്കൻ അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫാട്ടാ. ബീഫ് കറി ഉണ്ടാക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഫാണ്. അതിപ്പോൾ ഒരു 1/2 kg എല്ലാം വരും. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതൊക്കെയെന്ന് പറയുമ്പോൾ ബീഫ് ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനുണ്ടല്ലോ സാധാരണയായിട്ട് ഈ ചിക്കനും മീനും ഒക്കെ കട്ട് ചെയ്യണ ആ ഒരു സമയത്ത് നന്നാക്കി എടുക്കുന്ന, ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഒരു സമയമില്ലേ, ആ സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു സെൻറ്റഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ അതുപോലെ ഈ ഊതൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കും കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് അപ്പാർട്ട്മെൻറ്റിലല്ലേ, അപ്പോൾ ഇവിടുത്തെ കിച്ചനും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭയങ്കര വിൻഡോയും ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, ഭയങ്കര വലിയ കിച്ചൺ അല്ലല്ലോ. അപ്പം എനിക്കിതിങ്ങനെ കട്ട് ചെയ്യുമ്പം ആ ഒരു മണം വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ അവരത്യാവശ്യം അത് ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് എനിക്കങ്ങനെ മണം വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഒന്ന് ഒരു ക്യാൻഡിൽ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കും. ഇതിൻ്റെ ഒരു മണം വരുന്നതിനോട് എനിക്ക് ഇഷ്ടക്കുറവുള്ളൂ കേട്ടോ. ബീഫിൻ്റെയും ചിക്കൻ്റെയൊക്കെ കഴിക്കുന്നതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ നേരത്തെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീറ്റാട്ടോ. അപ്പോൾ അതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ഇങ്ങനെ നന്നാക്കി എടുക്കാനൊക്കെ ഉള്ള ഒരു മടിയും അല്ലെങ്കിൽ അല്ല കേട്ടോ, ബീഫ് നന്നാക്കി എടുക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. എനിക്ക് ചിക്കൻ നന്നാക്കി എടുക്കാനാണ് മടിയുള്ളത്. അത് ഞാൻ പണ്ടെപ്പോഴും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കാനൊക്കെ, ബീഫും ഈ മീനൊക്കെ കട്ട് ചെയ്യാനും എനിക്ക് അങ്ങനെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഒരു ഗ്ലൗ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഈ ഗ്ലൗ ഇട്ടിട്ട് പോലും ചിക്കൻ കൈ കൊണ്ട് ഇടണം അത്ര ഇഷ്ടമല്ല. അത് പണ്ടോട്ടേ അങ്ങനെയാണ്. എനിക്ക് ചിക്കൻ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എനിക്ക് ചിക്കൻ കൈ കൊണ്ട് എടുക്കുന്ന അത്ര വലിയ താല്പര്യമുള്ള കാര്യമില്ല. ചിലർക്കൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അത്.
ഈ ഒരു ബീഫ് നമ്മൾ പറയുകയാണെങ്കിൽ അവർ ശരിക്കും നമുക്ക് ആവശ്യമുള്ളതുപോലെ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമുക്ക് കറിയുടെ ഈ ഒരു സ്ക്വയർ പീസസ് എന്ന് പറഞ്ഞാൽ മതി, അവർ അത് കട്ട് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യും. സ്മോൾ പീസസ് എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവരും. പക്ഷെ ഞാൻ അങ്ങനെ അത് വാങ്ങിക്കലില്ല. എനിക്കിത് ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഒരു വലുതായിട്ട് തന്നെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ആവശ്യത്തിനുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ബീഫിൻ്റെ പീസുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ടൊന്ന് കഴുകിയെടുക്കും. ഒരു യെല്ലോ കുക്കറിലുള്ളത് ബീഫാട്ടാ. ഞാൻ അതിനിടയ്ക്ക് ബീഫ് കട്ട് ചെയ്ത് നല്ലോണം കഴുകി എടുത്തിട്ട് അതിലേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ചേർത്തതിന് ശേഷം കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇനി ഇതിപ്പോൾ നമ്മുടെ അച്ചിങ്ങയുടെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള ഇതൊന്ന് റെഡിയാക്കി ആദ്യമൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എല്ലാം വെള്ളം ഒഴിച്ചിട്ട് ഈ അച്ചിങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു ബീഫും അച്ചിങ്ങപ്പയറും ഒക്കെ ഒന്ന് കുക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് കൂടുതലും ഇവിടെ ഇങ്ങനെ തണുത്തിട്ട് കഴിക്കുമ്പോഴാട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ കളറ് കാണാനായിട്ട്. ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പിന്നെ വേറൊരെണ്ണം ഇല്ലേ വൈറ്റ് കളറിലെ ഫ്ലഷ് ഉള്ളത്, അത് ഞാൻ 1-2 വട്ടം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് തീരെ മധുരം ഉണ്ടാവലില്ല. എനിക്ക് കിട്ടിയിട്ടുള്ളപ്പോഴൊന്നും അതിന് മധുരം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനത് തീരെ വാങ്ങിക്കലില്ല. ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ അധികം വാങ്ങിക്കലൊന്നുമില്ല ഇവിടെ. വല്ലപ്പോഴും അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തപ്പോഴും അങ്ങനെയൊക്കെ എല്ലാം വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെയെല്ലാം മാത്രമേ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ വാങ്ങിക്കലുള്ളൂ. ഇവിടെ ആർക്കും അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടം എന്നൊന്നും പറയാനില്ല. എന്ന് വെച്ചിട്ട് കഴിക്കും, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാട്ടാ. പയർ കുക്കായപ്പോഴേക്കും ഞാൻ ആ പാനിന്നത് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വേപ്പിലയും ഉള്ളിയും കൂടിയിട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശരിക്കും കുഞ്ഞുള്ളി നമ്മുടെ ഇടികല്ലില്ലേ അതിൽ വെച്ചിട്ട് ചതച്ചതിന് ശേഷം അങ്ങനെ ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ സമയമില്ല കേട്ടോ. അത് കാരണം ഞാൻ പെട്ടെന്നൊരു സവോള എടുത്തിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ ഈ അച്ചിങ്ങപ്പയറിൻ്റെ ഒപ്പം കായയില്ലേ പച്ച കായയും കൂടെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുക. അതിന് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു കോമ്പിനേഷൻ. ഇതുപോലെ ഇങ്ങനെ ചതച്ച മുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക, അതിന് ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കായയില്ല. അപ്പോൾ അത് കാരണം ഞാൻ എന്തെങ്കിലും പച്ചക്കറി വേണ്ടതെന്ന് വെച്ചിട്ട് ലഞ്ചിന് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അച്ചിങ്ങ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ്. ബീഫ് ഇതിനിടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഉള്ളിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാനേ ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പുളിശ്ശേരി റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ഈ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ തേങ്ങേൻ്റെ ഒരു കൂട്ട് അരയ്ക്കുമല്ലോ, തേങ്ങയും ജീരകവും പച്ചമുളകും പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് അരയ്ക്കുന്ന ആ ഒരു സമയത്ത് വെളുത്തുള്ളി ഇതിലേക്ക് ഞാൻ അരയ്ക്കില്ല കേട്ടോ, അരച്ച് ചേർക്കില്ല. പക്ഷേ ഒരു ചെറിയൊരു കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം കുഞ്ഞുള്ളി ചേർക്കലുണ്ട്. വെളുത്തുള്ളി കൂട്ടത്തിൽ ഞാൻ അരയ്ക്കലില്ല. എൻ്റെ വീട്ടിലും ഞാൻ അങ്ങനെ വെളുത്തുള്ളി ഇതിലേക്ക് അരയ്ക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ, അരച്ച് ചേർക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ നമ്മുടെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇല്ലേ വറ്റൽമുളകൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കും. അപ്പോൾ ആ ഒരു ഫ്ലേവർ എനിക്ക്, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്ലൈസ് ചെയ്ത് ചേർക്കുമ്പോൾ വരുന്ന ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇല്ലേ. പക്ഷെ നമ്മളിങ്ങനെ അരച്ച് ചേർക്കില്ലേ, അരച്ചങ്ങനെ ചേർക്കുമ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെ ഒരു കുത്ത് വല്ലാണ്ട് വരുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങനെ വരണത് ഇഷ്ടമില്ല. അത് കാരണം ഞാൻ ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ എന്താ പറയുക അവസാനം ഈ കടുക് പൊട്ടിക്കണ സമയത്ത് ഒന്ന് ചേർത്തിട്ടാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഉലുവേൻ്റെ പൊടിയും ഞാൻ പണ്ടെപ്പോഴും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചിലർ ഉലുവ ചേർക്കും, ഉലുവ ചേർക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉലുവേൻ്റെ പൊടി ഇങ്ങനെ ചേർത്താലാണ് ഫ്ലേവർ കൂടാന്ന് കണ്ടിട്ട് ഞാനും പിന്നെ അത് ട്രൈ ചെയ്യാൻ തുടങ്ങി. എനിക്കത് അങ്ങനെ തോന്നിയിട്ടാണ്, നല്ല ഇതായിട്ട് തോന്നി.
അങ്ങനെ ഉലുവേൻ്റെ പൊടി ചേർക്കുന്നത്. അങ്ങനെ ഉലുവേൻ്റെ കുറച്ച് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അതൊക്കെ ഇല്ലേ, അത് തേങ്ങയും തൈരും എല്ലാം കൂടി ഉള്ളത് അതും കൂടി ചേർത്ത് തിളപ്പിക്കാൻ പാടില്ലെന്നാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ബീഫ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്, കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാളയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ബീഫ് കുക്ക് ചെയ്തപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ആവശ്യമുള്ള മസാലകളെല്ലാം ചേർത്തിട്ടായിരുന്നു കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കണില്ല. ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് കൂടുന്നത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തപ്പോഴേക്കും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബീഫില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കും. ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേറെ എന്തോ ചെയ്തുകൊണ്ട് ഇതിനിടയിൽ വെള്ളം ഒഴിച്ചെടുത്തായിരുന്നു. കുറച്ച് വെള്ളം കൂടിപ്പോയി. ഇത്രയും വെള്ളം ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, ഇതിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരുമല്ലോ. ഇപ്പോൾ ഈ കറിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തില്ലേ ഞാനിതിലേക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും വളരെ കുറച്ച് മാത്രം ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ശരിക്കും ഞാൻ ബീഫ് കുക്ക് ചെയ്തപ്പോൾ അതിലേക്കും ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇഷ്ടമാണ് കുരുമുളകിൻ്റെ ഈ ഒരു ടേസ്റ്റ് ബീഫിൽ വരുന്നത്. അത് കാരണം ഞാൻ കുറച്ച് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ്. ഉച്ചക്കിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചെല്ലാം കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിക്കുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും പൊട്ടയായാലും കമൻറ്റിൽ പറയാൻ മറക്കരുത്. എനിക്ക് കമൻറ്റ് വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.